Welcome, my dear students, on a new lecture on basic topology. So, നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ബേസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ആൻഡ് എ സബ് ഫാമിലി ബേസ് ആകാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ വി ഹാവ് ക്യാരക്ടറൈസ്ഡ് ബേസസ്. ഓക്കെ, അപ്പോൾ ബേസ് നമ്മൾ ക്യാരക്ടറൈസ് ചെയ്തു. ദീസ് ആർ ദ ടു തിങ്സ് വിച്ച് വി ഹാവ് ഡൺ. ഇനിയും ഇത് വെച്ചിട്ട് നമുക്ക് ചില ഒബ്സർവേഷൻസ് നടത്താം. ഇൻ ദ കേസ് ഓഫ് റിയൽ നമ്പേഴ്സ്, if x is equal to set of all real numbers under usual metric D. Okay, so x to be the topology which is induced by this metric on real numbers. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ ഓപ്പൺ ബോൾസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാരണം ഡി ഓഫ് എക്സ് വൈ ഇപ്പോൾ ബി എക്സ് ആർ മീൻസ് സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് ഡി ഓഫ് എക്സ് വൈ ലെസ് ദാൻ ആർ. ഡി ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ വിച്ച് മീൻസ് സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ആർ. ദിസ് ബൈ ഡെഫിനിഷൻ മീൻസ് ദാറ്റ് സെറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ആർ ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് പ്ലസ് ആർ. സോ ദിസ് ഈസ് ദ, അപ്പോൾ എക്സ് മൈനസ് ആറിൻ്റെയും എക്സ് പ്ലസ് ആറിൻ്റെയും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ്. സോ ദിസ് ഈസ് ആക്ച്വലി ആൻ ഇൻ്റർവൽ എക്സ് മൈനസ് ആർ എക്സ് പ്ലസ് ആർ. സോ ദിസ് ഇസ് ആൻ ഓപ്പൺ ബോൾ. ഇൻ ദിസ് കേസ് ദിസ് ഈസ് ആൻ ഓപ്പൺ ഇൻ്റർവൽ. അപ്പം റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ മെട്രിക്കിൻ്റെ കേസിൽ ഓപ്പൺ ബോൾസ് ആർ ഓപ്പൺ ഇൻ്റർവൽസ്. ഓക്കെ, സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ബീറ്റ is a base of this metric x topology space which consists of open balls, meaning open intervals. So റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ മെട്രിക്കിൻ്റെ കേസിലുള്ള ബേസ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ കളക്ഷനാണ്. ഓപ്പൺ ഇൻ്റർവൽസിൻ്റെ കളക്ഷനാണ് റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ മെട്രിക്കിൻ്റെ കേസിൽ ആ ടോപ്പോളജിക്കകത്തെ ബേസ് എന്ന് പറയുന്നത്. കാരണം ഓപ്പൺ ബോൾസ് എല്ലാം ഓപ്പൺ ഇൻ്റർവൽസ് ആണ്. ഓപ്പൺ ബോൾസ് കൊണ്ടാണ് ഓപ്പൺ സെറ്റിനെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഓപ്പൺ ബോൾസ് എല്ലാം ഓപ്പൺ ഇൻ്റർവൽസ് ആയതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവൽസ് കൊണ്ടാണ് ഇവിടുത്തെ ഓപ്പൺ സെറ്റിനെ ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ദി ഐഡിയ. നൗ റിയൽ നമ്പേഴ്സിന്റെ വേറൊരു പ്രോപ്പർട്ടി, it has a countable dense subset. Q is a set of all rational numbers is a countable dense subset of R. Meaning, associated with every real number, we can find a sequence, a rational sequence. If you take a real number A belongs to R, there exists a sequence xn belongs to Q such that xn converges to A. Okay, so ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു റാഷണൽ സീക്വൻസ് ഉണ്ട്. ബിക്കോസ് റാഷണൽ നമ്പേഴ്സ് ആർ ഡെൻസ് ഇൻ ആർ. ഓക്കെ, ക്യൂ ക്ലോഷർ ഷുഡ് ബി ഈക്വൽ ടു ആയിരിക്കും. ആൻഡ് യൂസിങ് ദിസ് ഫാക്ട്, അതായത് ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ആ റിയൽ നമ്പേഴ്സിന്റെ നെയ്ബർഹുഡിൽ ഇഷ്ടംപോലെ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ദാറ്റ്സ് ദി ഐഡിയ. ക്യൂ ക്ലോഷർ ഈസ് ഈക്വൽ ടു ആർ. നൗ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത്, ഹിയർ ദ ബേസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ഇന്റർവൽസ് എ കോമ ബി ബിലോങ്സ് ടു ആർ. ഇതാണ് നമ്മുടെ ഓപ്പൺ ഇന്റർവൽസ്. ഓപ്പൺ ഇന്റർവൽസിന്റെ കളക്ഷനാണ് ഇവിടുത്തെ ബേസ്, ഈ ടോപ്പോളജിയുടെ ബേസ്. നൗ ഇവിടെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എയിലേക്കും ബിയിലേക്കും അപ്രോച്ച് ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് ദിസ്, വി ക്യാൻ കൺസിഡർ സം സി ഡി where C and D are
റാഷണൽ നമ്പേഴ്സ്. ഇപ്പൊ റാഷണൽ നമ്പേഴ്സ് n പോയിന്റ്സ് ആയിട്ടുള്ള ഓപ്പൺ ഇന്റർവെൽസിന്റെ കളക്ഷൻ എടുത്താൽ ഈ ഓപ്പൺ ഇന്റർവെൽസിനെ കൊണ്ട് നമുക്ക് ജനറൽ ഓപ്പൺ ഇന്റർവെൽസ് എ ബി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം റാഷണൽ നമ്പേഴ്സ് എങ്ങോട്ട് റിയൽ നമ്പേഴ്സിനകത്ത് ഡെൻസ് ആണ്. സോ ഏത് റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു റാഷണൽ സീക്വൻസ് കാണും. ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർവെൽസ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യിക്കാം നമുക്ക്. ദാറ്റ്സ് ദ ജനറൽ സെൻസ്. ഇത് ഡെൻസ് ആയതുകൊണ്ട് വി ക്യാൻ ഡു ദിസ്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ നമുക്ക് ഇപ്പോൾ ബീറ്റ എന്നുള്ളത് ഓപ്പൺ ഇന്റർവെൽസിന്റെ കളക്ഷൻ ആയിരുന്നു. ഇവിടെ എയും ബിയും റിയൽ നമ്പേഴ്സിന്റെ അകത്തെ എലമെന്റ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ഈസ് ആക്ച്വലി അൺകൗണ്ടബിൾ. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് ദിസ് ഈക്വൽ അല്ല. ദിസ് മീൻസ് ദാറ്റ് ബീറ്റ കണ്ടെയ്ൻസ് അൺകൗണ്ടബിളി മെനി എലമെന്റ്സ്. ഓക്കെ, ആൻഡ് now in this case this is also the class of intervals with n points in rational numbers. ഇനി ഇതുകൊണ്ട് നമുക്ക് ഈ ബീറ്റ എന്ന് പറയുന്ന സെറ്റിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബീറ്റ എന്ന് പറയുന്ന സെറ്റാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് അണ്ടർ ദിസ് ടോപ്പോളജി ആൻഡ് യൂഷ്വൽ ടോപ്പോളജിയുടെ ബേസിസ്. സോ ഇതുകൊണ്ട് ഇതിനെ ഈ രണ്ടാമത്തെ സെറ്റ്, ലെറ്റ്സ് സേ ദിസ് സെറ്റ് ആസ് സം സ്ക്രിപ്റ്റ് സി. ഓക്കെ, സി കൊണ്ട് ബി എ ജനറേറ്റ് ചെയ്യാൻ പറ്റും, ബി കൊണ്ട് ടോയെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്ലിയർലി സി കൊണ്ട് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? ടോയെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നൗ വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്? വൈ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് മീൻസ് ഇവിടെ നമുക്ക് സിയും ഡിയും റാഷണൽ നമ്പേഴ്സ് ആണ്. സോ മാക്സിമം നമ്പർ, ഇതിൻ്റെ അകത്തെ മാക്സിമം നമ്പർ ഓഫ് സബ്ച്ച് ഇന്റർവൽ ഷുഡ് ബി, ഞാൻ ഓരോ സി ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോ ഓർഡേഡ് പെയർ എടുക്കുന്നു, സി കോമ ഡി. ഓരോ സിക്കും ഡിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ക്യൂ ക്രോസ് ക്യൂ ഇക്വലന്റ് ആണ്. ഓക്കെ, കാരണം ഓർഡേഡ് പെയർ സി belongs to Q, ordered pair D belongs to Q, which means this is equivalent to Q, which is actually countable. So that's the general sense. So ഇവിടെ നമ്മൾ റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ മെട്രിക് എടുത്തപ്പോൾ അതിന്റെ ബേസിസിന്റെ അകത്ത് അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു സബ് ക്ലാസ് എടുത്തു, വിച്ച് ഓൾസോ ഫോംസ് എ ബേസിസ് ബിക്കോസ് ദിസ് സബ് ക്ലാസ് ജനറേറ്റ്സ് ബീറ്റ and beta generates tau. So by transitivity we can say that this subclass C generates tau. Here the important aspect is this C contains only countably many elements. So real numbers under usual metric in the case അതിൻ്റെ ഒരു ബേസിസ് എടുത്താൽ അതിന് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു ബേസിസ് ഉണ്ട്. ആ ബേസിസിൽ നിന്ന് നമുക്കൊരു പുതിയ കൗണ്ടബിൾ സബ് ബേസ് അല്ലെങ്കിൽ ആ ബേസിസിന്റെ ഒരു സബ് ഫാമിലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ മെട്രിക്കിന്റെ കേസിൽ ഇതിന് എന്തുണ്ട്? ഒരു കൗണ്ടബിൾ എലമെന്റ്സ് ഉള്ള, കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു ബേസിസ് ഉണ്ട്. ദാറ്റ്സ് ദി ഐഡിയ. നൗ ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഈസ് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ ഓപ്പൺ സെറ്റിന്റെ കളക്ഷൻ അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇൻഫാക്ട് അതിൻ്റെ അകത്ത് ഓപ്പൺ ബോളുകളുടെ കളക്ഷൻ പോലും അൺകൗണ്ടബിൾ ആണ്. ഓപ്പൺ ബോളുകളെല്ലാം ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് അൺകൗണ്ടബിൾ. ഈ ഓപ്പൺ സെറ്റുകളെല്ലാം ടോയ്ക്കകത്തെ മെമ്പറാണ്. സോ എക്സ് ടോയ്ക്കകത്തെ മെമ്പേഴ്സിന്റെ കളക്ഷൻ എന്താണ്? അൺകൗണ്ടബിൾ ആണ്. There lies the important aspect. ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്ന ഒരു കളക്ഷൻ എടുത്തു, സി which is actually open interval CD, where C and D actually elements of Q. This is a basis for this, for X top, and it is countable. So real numbers under usual metric in the case, usual topology in the case, even though its topology contains uncountably many elements or uncountably many open sets, it can be generated from a countable set or it has a countable base. Okay, a countable base ഏതാണ്?
set of all open interval CD where C and D are elements of the rational numbers. ഇത് ഇതിന്റെ ഒരു ബേസ് ആണ്. Okay, so so in general we can assume that there are spaces, so there are topological spaces which has a countable base. Okay, and the example ആണ് set of all real numbers under usual metric അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന യൂഷ്വൽ ടോപ്പോളജി അതിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ സ്പേസുകൾക്കും പക്ഷേ ഇങ്ങനെ കൗണ്ടബിൾ ബേസ് കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ we have understood that from this example there are actually topological spaces which have a countable base, countable number of elements ഉള്ള ഒരു ബേസ് കാണും. Now the important aspect is that it has a countable number of elements, only it generates an uncountable sets. ഇതിന്റെ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളെങ്കിൽ കൂടി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൺകൗണ്ടബിൾ ക്ലാസ് ഓഫ് എലമെന്റ്സിനെ, ക്ലാസ് ഓഫ് ഓപ്പൺ സെറ്റിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ഐഡിയ വിച്ച് ഈസ് നോട്ട് ആൻ ഈസി തിങ് ടു ഡു. സോ ഇവിടെ there are topological spaces which has uncountably many elements with a countable base. അങ്ങനെയുള്ള ടോപ്പോളജിക്കൽ സ്പേസസിനെയാണ് നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കൗണ്ടബിൾ. സോ നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ റിയൽ നമ്പേഴ്സ് അണ്ടർ യൂഷ്വൽ ടോപ്പോളജിക്കകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ പ്രോപ്പർട്ടി generally നമുക്ക് സെക്കൻഡ് കൗണ്ടബിൾ എന്ന് ഈ പ്രോപ്പർട്ടി വിളിക്കാം, which means that if a topological space has a countable base then such a topological space is called second countable. Next, the objective is second countable space നെ പ്രോപ്പർട്ടീസ്, സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതാണ് നെക്സ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടി. ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഡിഫൈൻ ദ സെക്കൻഡ് കൗണ്ടബിലിറ്റി. സോ എ ടോപ്പോളജിക്കൽ സ്പേസ്, എ സ്പേസ് ഓർ എ ടോപ്പോളജിക്കൽ സ്പേസ് is said to be second countable or it is said to satisfy the second axiom of countability idea. ഒന്നുകിൽ സെക്കൻഡ് കൗണ്ടബിൾ അല്ലെങ്കിൽ it satisfies second axiom of countability if it has a countable base. സോ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിനൊരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു ബേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളൊരു സെറ്റ് ആയിരിക്കണം. ദാറ്റ്സ് ദ ഐഡിയ. ഹിയർ ഇൻ ദ യൂഷ്വൽ ടോപ്പോളജി വിച്ച് മീൻസ് ആർ അണ്ടർ യൂഷ്വൽ മെട്രിക് ആൻഡ് ദ ടോപ്പോളജി ജനറേറ്റഡ് ബൈ ദാറ്റ് മെട്രിക് ഹാസ് എ കൗണ്ടബിൾ ബേസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓപ്പൺ ഇന്റർവൽ സി ഡി വേർ സി ആൻഡ് ഡി ആർ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ക്യാൻ യു ക്ലാസിഫൈ the second countable spaces. Second countable spaces നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, എങ്ങനെയാണ് സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഐഡന്റിഫൈ ചെയ്യാൻ, can we have some result? That's the next object. Now in order to understand the properties of second countable space we have to understand what is a cover. Okay, so ഒരു സെറ്റിന്റെ കവർ എന്ന് പറയുന്നത് യൂഷ്വൽ സെൻസിൽ തന്നെ ആ സെറ്റിനെ കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് സെറ്റ് ആണ്. അപ്പോൾ ദാറ്റ്സ് ദ ജനറൽ, ഇറ്റ്സ് എ ട്രിവിയൽ ഡെഫിനിഷൻ. സോ എ ഫാമിലി script U of sets is said to cover a set capital A if A is contained in the
contained in the union of members of U. Okay, so ഒരു ഫാമിലി ഒരു കളക്ഷൻ ഓഫ് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ഈ ഫാമിലിക്കകത്തെ സെറ്റുകളുടെ യൂണിയൻ്റെ അകത്തുണ്ടായിരിക്കണം. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ലെറ്റ്സ് സേ യു ഇസ് ഈക്വൽ ടു സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. ഞാൻ എ എന്നുള്ളത് സെറ്റ് എ ബി എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് യു ഇസ് എ കവർ ഓഫ് ദിസ് സെറ്റ്. കാരണം സെറ്റ് എ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ സെറ്റ് എ, യൂണിയൻ സെറ്റ് എ യൂണിയൻ സെറ്റ് ബി, ഓർ സെറ്റ് എ യൂണിയൻ സെറ്റ് ബി യൂണിയൻ സെറ്റ് സി. ഇത് മൂന്നും ഈ യു എന്ന് പറയുന്ന ക്ലാസിന്റെ അകത്തെ എലമെന്റ്സ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഈ സെറ്റ് ഈ സെറ്റിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ യൂണിയന്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ് ഓഫ് ഒരു ഫാമിലി ഓഫ് സെറ്റിനെയാണ് ഒരു സെറ്റിന്റെ കവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എ ഫാമിലി or a collection of set is said to be a cover of a particular set if that set is contained in the union of members of that family. Okay, നമ്മൾ യൂഷ്വൽ കവർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സെറ്റ് വേറൊരു സെറ്റിനെ, ഒരു ഫാമിലി ഓഫ് ഒരു കളക്ഷൻ ഓഫ് സെറ്റ് ഒരു പർട്ടിക്കുലർ സെറ്റിനെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ സെറ്റിന്റെ കവർ എന്ന് വിളിക്കുന്നത്. Now using this definition we can define subcover. Okay, so a subfamily V of U which itself is a cover is called subcover. സോ ഒരു ഫാമിലിയുടെ യു എന്നുള്ളത് ഒരു കവർ ആണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ ഒരു സബ് ഫാമിലി അതും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അത് തന്നെ കവർ ആണെന്നുണ്ടെങ്കിൽ അതിനെ സബ് കവർ എന്ന് വിളിക്കാം. ഇവിടെ ഡിഫൈൻ വി ഇസ് ഈക്വൽ ടു സെറ്റ് എ സെറ്റ് ബി. ഓക്കെ, എ എന്നുള്ളത് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സെറ്റ് എ യൂണിയൻ സെറ്റ് ബി. സോ ദിസ് ഈസ് എ സബ് കവർ ഓഫ് ദിസ് കവർ. ഓക്കെ, സോ യു എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു സബ് കവർ ആണ് വി എന്ന് പറയുന്നത്. Okay, so a subfamily or a subset which itself is a cover is called the subcover. നമ്മൾ ഈ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മുടെ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, നൗ we have one more thing which is open cover. Open cover എന്ന് വെച്ചാൽ a cover is said to be open if every member of it is open. ഒരു കവർ ഒരു ഫാമിലി ഓഫ് സെറ്റ് ഓപ്പൺ കവർ എന്ന് പറയണമെങ്കിൽ അതൊരു കവർ ആയിരിക്കണം. അത് മാത്രമല്ല അതിൻ്റെ അകത്തെ എല്ലാ മെമ്പറും ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കണം ഓൺ എ ടോപ്പോളജിക്കൽ സെൻസ്. അതായത് അതിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സും ടോപ്പോളജിക്കകത്തെ മെമ്പർ ആണെങ്കിൽ വി സേ ദാറ്റ് കവർ ഈസ് എ ഓപ്പൺ കവർ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് we have understood what is a second countable space. ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. അപ്പൊ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിനെ is there any easier way to identify? കാരണം using this definition it is not an easier task. കാരണം നമ്മളൊരു സ്പേസ് എടുക്കുന്നു, ആ സ്പേസിന്റെ അകത്ത് അൺകൗണ്ടബിളി മെനി എലമെന്റ്സ് ഉണ്ട്. ആ അൺകൗണ്ടബിളി മെനി എലമെന്റ്സിന് അകത്തു ഒരു കൗണ്ടബിൾ ബേസ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. സോ ദർ ഷുഡ് ബി സം അതർ വേ which we can identify whether or not or classify whether or not a space is second countable. അപ്പോൾ ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിനെ ഐഡന്റിഫൈ ചെയ്യാൻ we should need some more technique. That technique is being described as a using this cover and that is stated as a theorem which states statement is if a space is second countable
then every open cover of it has a countable subcover. So this is an easier way to identify whether or not a space is second countable. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആകണമെങ്കിൽ അതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സബ് കവർ ഉണ്ടാകണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പൺ കവറിന് കൗണ്ടബിൾ ആയിട്ടൊരു സബ് കവർ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് സ്പേസ് ഈസ് നോട്ട് സെക്കൻഡ് കൗണ്ടബിൾ. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഈസിയർ വേ ടു check whether or not a space is second countable, or it is a necessary condition for a space to be second countable. ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആകാനുള്ള നെസസറി കണ്ടീഷൻ ആണ് if every open cover of it has a countable subcover, then the space should be second countable. Okay, let us prove this. So what we need to prove is നമുക്ക് സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്യണം. We have to take an open cover and we have to prove that it has a countable subcover. That's what we need to establish. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് കൗണ്ടബിൾ ആയ സ്പേസ്. So let X store be a second countable space. Okay. So by definition of second countability definition says it has a countable base. So by definition it has a countable base. Let it be script b. അപ്പോൾ എക്സ്റ്റോടെ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ബേസ് ആണ് ബി എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഈ സ്പേസിന്റെ ഒരു കവർ എടുക്കണം. ആ കവറിന് ഒരു കൗണ്ടബിൾ സബ് കവർ കണ്ടുപിടിക്കണം. ലെറ്റ് സ്ക്രിപ്റ്റ് യു ബി എ കവർ ഓഫ് എക്സ്റ്റോ. ഈ ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഒരു കവറാണ് യു എന്ന് പറയുന്നത്. നൗ we have to find a countable subcover of u. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സ്ക്രിപ്റ്റ് യു എന്ന് പറഞ്ഞ കവറിന് ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ we got the result. കാരണം ഒരു സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് അതിനകത്ത് ഒരു ആർബിട്രറി കവർ, we obtain a countable subcover. That's our objective. Now let's enumerate beta. Beta ഒരു countable subcover അല്ലേ. So let b is equal to b1, b2, b3 etc. കാരണം ഇതൊരു കൗണ്ടബിൾ ബേസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ എലമെന്റ്സ് ആണ് b1, b2 എക്സെട്ര b3 എന്നുള്ള രീതി. ഓക്കെ, now using this b, define s. Define S as set of all natural numbers n element of n such that Bn is contained in some member of U. Okay, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ബേസ് എടുത്തു, കൗണ്ടബിൾ ബേസ് b1, b2, b3 എക്സെട്ര എന്ന ബേസ് എടുത്തു. അതിൽ നിന്നും നമ്മളൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സബ് കളക്ഷൻ എടുക്കുന്നു. ഇനിയും b1 ഈ സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ, കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആണെങ്കിൽ 1 എസിൻ്റെ അകത്തുണ്ട്. b2 സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്ത് ഏതെങ്കിലും എലമെന്റ്സിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ 2 ഇതിൻ്റെ അകത്തുണ്ട്. b3 സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്ത് ഏതെങ്കിലും മെമ്പറിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ 3 ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സബ് കളക്ഷൻ ആണ് നമ്മൾ എസ് ആയിട്ട് എടുക്കുന്നത്. ബി എന്ന് സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്തെ ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ അകത്തുണ്ടെങ്കിൽ n belongs to S. Now
for each n element of S, fix un element of U such that Bn is contained in un. നമ്മൾ പറഞ്ഞു ബി എൻ യുവിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ ആ നാച്ചുറൽ നമ്പർ എസിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എസിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഓരോ നാച്ചുറൽ നമ്പറും ബൈ ഡെഫിനിഷൻ അനുസരിച്ച് ഈ ബി എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് യുവിൻ്റെ അകത്തൊരു മെമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ യുവിൻ്റെ അകത്തെ മെമ്പറാണ് യു എൻ. അപ്പോൾ ബി വണ്ണ് യുവിൻ്റെ അകത്തെ ഒരു മെമ്പറിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ ആ മെമ്പറിനെ യു വൺ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ ബി ടു യുവിൻ്റെ അകത്തെ വേറൊരു മെമ്പറിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെങ്കിൽ ആ മെമ്പറിനെ നമ്മൾ യു ടു എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഈ നാച്ചുറൽ നമ്പർ എസിന്റെ അകത്തെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് യുവിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്ത് എനിക്ക് ഓരോ എലമെന്റ്സ് യു വൺ യു ടു എക്സെട്ര കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ബി എൻ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എൻ. ഓക്കെ, യൂസിങ് ദിസ് വി ഡിഫൈൻ an open subgroup. ഇവിടെ ചിലപ്പോൾ ബി വണ്ണിന്റെയും ബി ടുവും കണ്ടെയ്ൻഡ് ആയിരിക്കുന്ന സെറ്റ് സെയിം ആയിരിക്കും. ഇറ്റ് ഡസൻ മാറ്റർ. ഓക്കെ, അങ്ങനെയുള്ള സെറ്റുകൾക്കാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. നൗ യൂസിങ് ദിസ് ഡിഫൈൻ സ്ക്രിപ്റ്റ് സി ആസ് സെറ്റ് ഓഫ് ഓൾ ബി എൻ സച്ച് ദാറ്റ് എൻ എലമെന്റ് ഓഫ് എസ്. എസിൻ്റെ അകത്തെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എന്നുകളുടെ കളക്ഷനാണ് സ്ക്രിപ്റ്റ് സി. ആൻഡ് വി ആസ് സെറ്റ് ഓഫ് ഓൾ യു എൻ. ബി എൻ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള വലിയ സെറ്റാണ് യു എൻ. യു എൻ ഇസ് എ മെമ്പർ ഓഫ് യു സച്ച് ദാറ്റ് എൻ എലമെന്റ് ഓഫ് എസ്. ഓക്കെ, അപ്പോൾ യുവും വിയും സി എന്ന് പറഞ്ഞ രണ്ട് ക്ലാസ് ഓഫ് സെറ്റ് നമ്മൾ എടുത്തു. ഓക്കെ, ക്ലിയർലി വി ഈസ് കൗണ്ടബിൾ and it's a subfamily of script U. കാരണം നമ്മൾ ബി എന്ന് പറഞ്ഞ ബി വൺ ബി ടു എക്സെട്ര ഈ കൗണ്ടബിൾ കളക്ഷനിൽ നിന്നാണ് എസ് ചൂസ് ചെയ്തത്. സോ എസിന്റെ അകത്ത് മാക്സിമം എൻ നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത്ര എലമെന്റ്സേ ഉള്ളൂ. അത്രയും തന്നെ യു എന്നുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, ബി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ചിലപ്പോൾ യു വൺ കാണും, ബി ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് യു ടു, ബി ത്രീ കറസ്പോണ്ടിങ് ആയി യു ത്രീ എക്സെട്ര. ചിലപ്പോൾ കുറെ ബി ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ യു ഐയെ കാണത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഇതിന്റെ അറ്റ്മോസ്റ്റ് എണ്ണം ബി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് യു വൺ യു ടു യു ത്രീ എക്സെട്ര അങ്ങനെ പോകുന്ന കൗണ്ടബിൾ കളക്ഷൻ ഓഫ് എലമെന്റ്സ് മാത്രമേ സ്ക്രിപ്റ്റ് വിക്കകത്ത് കാണത്തുള്ളൂ. സോ സ്ക്രിപ്റ്റ് വി കൗണ്ടബിൾ ആണ്. ഇനി ഈ യു എൻ എല്ലാം യുവിൻ്റെ അകത്തെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വിക്കകത്ത് വരുന്ന ഓരോ മെമ്പറും യുവിൻ്റെ അകത്തെ മെമ്പേഴ്സ് ആണ്. സോ ഇറ്റ്സ് എ സബ് ഫാമിലി ഓഫ് യു. നൗ വി വിൽ പ്രൂവ് ദാറ്റ് വി കവേഴ്സ് എക്സ്ട്രാ. വി ഒരു കവറാണ് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്തെ ഓരോ മെമ്പറും വിക്കകത്തെ മെമ്പേഴ്സിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു കൗണ്ടബിൾ സബ് ഫാമിലി ആണ് വിച്ച് കവേഴ്സ് ദ ഹോൾ സി. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ എന്ന് കിട്ടും. സോ വി ഗോട്ട് ദ റിസൾട്ട്. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് വി കവർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം വി വിൽ പ്രൂവ് ദാറ്റ് സി ഇസ് എ കവേഴ്സ്. ഫോർ we will prove that script C is a cover. കാരണം ഇത് കവർ ആയി കഴിഞ്ഞാൽ ഇതിന്റെ സൂപ്പർ സെറ്റുകളാണ് യു എൻ വിക്കകത്ത് വരുന്നത്. കാരണം ബി എന്നുകളെല്ലാം സബ്സെറ്റ് ഓഫ് യു എൻ ആണ്. ഓക്കെ, സോ സ്ക്രിപ്റ്റ് സി ഇതിന്റെ കവർ ആണെങ്കിൽ അതിന്റെ ബിഗർ സെറ്റുകളുടെ കളക്ഷൻ സ്ക്രിപ്റ്റ് വിയും അതിന്റെ കവർ ആയിരിക്കും. ദാറ്റ്സ് വാട്ട്. സോ വി ഗെറ്റ് ദ റിസൾട്ട്. സോ അതിനു വേണ്ടി let u be let x element of capital X. So x belongs to capital X means there exists an open set U which is in script U. കാരണം script U എന്ന് പറയുന്നത്
ഒരു ഓപ്പൺ കവറാണ്. സോ സ്ക്രിപ്റ്റ് യുവിൻ്റെ അകത്തെ മെമ്പേഴ്സ് ടോയ്ക്കകത്തെ മെമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. കാരണം ഓപ്പൺ സെറ്റുകളാണ് കവറിൻ്റെ അകത്തെ മെമ്പേഴ്സ്. സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. ഓക്കെ, നൗ നമുക്കറിയാം B1 B2 എക്സെട്ര ഇത് ബേസ് ആണ്. സോ ബേസിൻ്റെ അകത്ത് നമ്മൾ പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ട് വെച്ചിട്ട് ബൈ പ്രപ്പോസിഷൻ ഇവിടെ നമ്മളൊരു പോയിന്റ് എടുത്തു. ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുത്തു. ദർ എക്സിസ്റ്റ് a bk which is a element of script B such that x element of bk and bk is fully contained in U. This is using the previous proposition of base. Okay. അപ്പോൾ ഇവിടുത്തെ ഓരോ എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും എനിക്ക് എന്ത് കണ്ടെത്താൻ സാധിച്ചു? ഒരു ബി കെ കണ്ടെത്താൻ സാധിച്ചു. ആ ബി കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി കെ. ഓക്കെ, സോ വിച്ച് മീൻസ് ദിസ് എക്സ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ കെ ബി കെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുത്തെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ബി കെ കണ്ടെത്താൻ സാധിക്കും. such that x is contained in bk. സോ നമ്മൾ ഇവിടുത്തെ ഓരോ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി കെകൾ എടുത്ത് അതിന്റെ യൂണിയൻ എടുത്താൽ എക്സ് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ദാറ്റ് സെറ്റ്. എക്സിന്റെ സബ്സെറ്റുകളാണ് ടോയ്ക്കകത്തെ മെമ്പേഴ്സ്. സോ എക്സ് ഇറ്റ് സെൽഫ് ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെറ്റ് ആണെങ്കിൽ എക്സിന്റെ ഓരോ മെമ്പേഴ്സും ഈസ് ഫുള്ളി കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെറ്റ്. ആൻഡ് ബി കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്നെ കറസ്പോണ്ടിങ് ആയിട്ട് യു എൻ ഉണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് സമ്മേഷൻ കെ യു കെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി വൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു വൺ, ബി ടു കണ്ടെയ്ൻഡ് ഇൻ യു ടു. സോ ഇവിടുത്തെ എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ കെ ബി കെ വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ കെ യു കെ എന്ന രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. സോ ദിസ് ഇംപ്ലൈസ് ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റ് സി ഇസ് എ കവർ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സിന്റെ കവറാണ് സ്ക്രിപ്റ്റ് സി. ആൻഡ് ഓൾസോ വി ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ് script V is a cover of X. Okay, so script V is a cover. It's a countable subfamily of U which is a cover. Meaning it's a countable subcover. ഓക്കെ, ഇതാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെയ്തത് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് എടുത്തു. അതിൻ്റെ ഒരു കവർ എടുത്തു യു. ആ കവറിൽ നിന്ന് വി ഒബ്റ്റൈൻഡ് എ ന്യൂ കവർ വി വിച്ച് ഈസ് ആക്ച്വലി കൗണ്ടബിൾ ആൻഡ് വിച്ച് ഇറ്റ്സെൽഫ് ഇസ് എ കവർ. അപ്പോൾ നമ്മൾ ഏതൊരു കവർ എടുത്തെന്ന് പറഞ്ഞാലും സെക്കൻഡ് കൗണ്ടബിൾ സ്പേസിൻ്റെ അകത്ത് അതിനൊരു കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സബ് കവർ ഉണ്ട്. സോ വിച്ച് മീൻസ് ദാറ്റ് ദിസ് റിസൾട്ട് ഈസ് ട്രൂ. സോ എവരി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ്, a space is second countable, then every open cover of it has a countable subcover. So ഈ റിസൾട്ട് വെച്ചിട്ട് ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണോ ഇല്ലയോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് നെസസറി കണ്ടീഷൻ ഫോർ ദാറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.